എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രാമായണത്തെ പറ്റിയിട്ടാണ്. രാമായണം എല്ലാവർക്കും അറിയണതാണ്, അറിയാത്ത ഒരാൾ പോലും ഇല്ല. രാമായണ കാരണം 5000 വർഷം മുമ്പ് ഉണ്ടായ ഒരു അനുഭവ കഥ. അതുകൊണ്ട് തന്നെ രാമായണവും മഹാഭാരതവും ഇതിഹാസമായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? 18 പുരാണം, 100ൽ പരം ഉപനിഷത്തുകൾ, ഇതൊക്കെ കാണുന്നത് നമ്മൾ എങ്ങനെയാണ്? പുരാണങ്ങളായിട്ടും ഇതിഹാസങ്ങളായിട്ടും നടന്ന കഥയാണ്. അതുകൊണ്ടാണ് കഥയായിട്ട്. ഇപ്പോൾ നടന്നതല്ല, കുറച്ച് കാലം മുന്നേ, 5000 വർഷം മുന്നേ. അതെല്ലാവർക്കും അറിയണതാണ്. എന്നാലും നമ്മളൊക്കെ ഒരു മാസികയോ ഒരു നോവലോ വായിച്ച് ഒരു മൂലക്കിലേക്ക് വെക്കും പോലെ ഭാഗവതവും രാമായണവും നാരായണീയവും ഗീതയൊക്കെ വെക്കുമോ? ഇല്ല. അതെന്താ കാരണം? അത് ആധ്യാത്മിക ഗ്രന്ഥമാണ്. എത്ര 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 പ്രാവശ്യം വായിച്ചാലും നമുക്ക് അതിലത്തെ പവിഴവും മുത്തും ഒന്നും വാരിയെടുക്കാൻ കഴിയില്ല. ഒരു സമുദ്രത്തിൻ്റെ അടിയിൽ കിടക്കണ പവിഴവും മുത്തുമൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ആഴത്തിലേക്ക് ഇറങ്ങിപ്പോണം. ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ മാത്രം മതിയോ? മുങ്ങിത്തപ്പണം. അതേപോലെ രാമായണത്തിലെ ഓരോ വാക്കുകളിലെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ ആ ആഴിയുടെ അടിത്തട്ടിൽ പോയി മുങ്ങി എടുക്കണം രത്നങ്ങളും പവിഴങ്ങളും. അതാണ് രാമായണം. നമ്മുടെ രാമായ്ച്ച്, രാ പറഞ്ഞാൽ രാത്രി, രാത്രി മായണം. എന്നിട്ട് എന്ത് വേണം? നല്ല വെളിച്ചം വേണം, സൂര്യൻ ഉദിക്കണം. വെച്ചാൽ അജ്ഞാനം മാറിയിട്ട് വിജ്ഞാനം ഉണ്ടാവണം. അറിവില്ലായ്മ മാറി അറിവുണ്ടാവണമെങ്കിൽ എന്തേ വേണ്ടൂ? രാമായണം വായിക്കണം. അപ്പോൾ ഇന്ന് രാമായണത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ നമ്മൾ എന്തോ ഒരു തരത്തിലുള്ള ആധ്യാത്മിക കാര്യങ്ങൾ പറയും ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ദീപം കത്തിച്ചു വയ്ക്കും. എന്നിട്ട് ദേവീദേവന്മാരെ തപസ്സിൽ നിന്ന് ഉണർത്തും. അങ്ങനെയാണ് ഏത് ആധ്യാത്മിക കാര്യവും ചെയ്യുക. നമുക്കും രാമായണ പാരായണത്തിൻ്റെ മുമ്പ് ചെയ്യും പോലെ ഈ രാമായണ കഥ പറയുന്നതിന് മുമ്പ് വന്ദന ശ്ലോകങ്ങൾ ചൊല്ലാം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം മാണിക്യവീണാമുപലാളയന്തിം മദാലസാം മഞ്ജുളവാഗ്വിലാസാം മഹേന്ദ്രനീലദ്യുതി കോമളാംഗിം മാതംഗകന്യാം മനസാ സ്മരാമി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സദാനന്ദരൂപം സകലപ്രബോധം ആനന്ദജ്ഞാനാമൃത പാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴും ആചാര്യപാദം. ജയ് ശ്രീരാം. ലോകത്തിലെ ആദ്യത്തെ കവി ആരാ ചോദിച്ചാൽ വാൽമീകി മഹർഷി. എന്നാ ആദ്യത്തെ കവിത ഏതാ? അധ്യാത്മ
രാമായണം അല്ല, വാൽമീകി രാമായണം. അധ്യാത്മരാമായണം പിന്നെ ഉണ്ടായതാ. വാൽമീകി രാമായണമാണ് ആദ്യം ഉണ്ടായത്. ആദ്യ കാവ്യം രാമായണവും അല്ലേ. അപ്പോൾ ഈ കാട്ടാളനായിരുന്ന രത്നാകരനാണ് ഇത് രചിച്ചത്. അപ്പോൾ ഒരു കാട്ടാളൻ ഒരു മഹർഷിയാവണം എന്നുവെച്ചാൽ, വാൽമീകം എന്ന് പറഞ്ഞാൽ പുറ്റ്, ആ പുറ്റിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് രത്നാകരന് വാൽമീകി എന്ന നാമധേയം വന്നത്, വാൽമീകി മഹർഷിയായത്. അപ്പം എന്താണ് ഈ രാമായണത്തിലെ രാമനാമജപ കൊണ്ട് വാൽമീകി മഹർഷിയായി തീർന്നു രത്നാകരൻ. ആ മഹർഷിയാണ് രാമായണം രചിച്ചത്. അത് ഇതിഹാസമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മഹാഭാരതവും അതും ഇതിഹാസങ്ങളാണ്. ഈ രാമ എല്ലാവരെയും രമിപ്പിക്കണത് എന്നാണ് അർത്ഥം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സൂചിപ്പിക്കുന്ന മന്ത്രം ആണ് രാമൻ. ജപിക്കാൻ എന്തൊരു എളുപ്പമല്ലേ, ആകെ 2 അക്ഷരം. എന്നാൽ അതിൻ്റെ മഹിമ എത്രേ, അതിരറ്റതുമാണ്. ഈ രാമമന്ത്രത്തെ താരകമന്ത്രം എന്നാണ് വിളിക്കുന്നത്. അതെന്താ കാരണം? നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ, ദുഃഖങ്ങൾ, അജ്ഞാനം, ഇവ 3 രാമനാമം കൊണ്ട് നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് രാമമന്ത്രം നമ്മൾ ജപിക്കുന്നത്. അപ്പോൾ ഈ താരകമന്ത്രം ആയതുകൊണ്ട് തന്നെ അതിന് നല്ല ശക്തിയാണെന്നാണ് പറയണത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമുക്ക് എല്ലാവർക്കും ആഗ്രഹം എന്താ ഉള്ളത് അറിയോ? സമാധാനം. മതിയോ? പോരാ, ശാന്തി വേണം, സുഖം വേണം. അതെ, ഇത് 3 ലഭിക്കണമെങ്കിൽ എന്തേ മാർഗമുള്ളൂ? കുറേ പണം ഉണ്ടെങ്കിൽ നടക്കുവോ? ഇല്ല. പിന്നെയോ കുറേ മക്കളും കുട്ടികളും ഉണ്ടായാൽ നടക്കുവോ? ഇല്ല. അപ്പോൾ ഇത് 3 ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതാ. സുഖം ഉണ്ടാവണം, ശാന്തി ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. അപ്പം അതിനെന്താ വേണ്ടത്? അതിന് വേണ്ടതാണ് രാമമന്ത്രജപത്തിൽ കൂടി ഭക്തി ഉണ്ടാവുക. ഇപ്പം നേരത്തെ പറഞ്ഞു ഞാൻ, രാമ എന്ന് പറഞ്ഞത് രമിപ്പിക്കുന്നവൻ. രാമ എന്ന് ചൊല്ലിയാൽ നമുക്ക് സ്വയം ഭക്തി ഉണ്ടാവും, അതിൽ കൂടി നമുക്ക് ആനന്ദം ഉണ്ടാവും. അപ്പോൾ ഈ ഭക്തിയിൽ കൂടി മാത്രമേ ലഭിക്കൂ നമുക്ക് ആനന്ദം. അപ്പം എന്താ ഉണ്ടാവുക? ഭഗവാനോട് അടുക്കണമെങ്കിൽ രാമമന്ത്രം ജപിക്കണം. ഭക്തി ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെന്താ അറിയോ? 2 തടസ്സങ്ങൾ നമ്മളെ അവിടെ തടഞ്ഞു വയ്ക്കും. എന്താണ് ഈ 2 തടസ്സങ്ങൾ? ഒന്ന് കാമം, രണ്ടാമത്തത് ക്രോധം. അല്ലേ? ഇതില്ലാത്ത മനുഷ്യനുണ്ടോ? അപ്പം ഇതിനെ ജയിച്ചാൽ ഭക്തി ഉണ്ടാവും. രാമായണം ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും കഥയാണ്, അല്ലേ? നമുക്കറിയാലോ. ത്രേതായുഗത്തിൽ സാക്ഷാൽ വിഷ്ണു ശ്രീരാമനായി അവതരിച്ച് സാധാരണ ഒരു മനുഷ്യനായി ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നതാണ്. അതുകൊണ്ടാണല്ലോ ഇതിഹാസം എന്ന് പറഞ്ഞത്. ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ത്യജിച്ചു ധർമ്മിഷ്ഠനായി, ത്യാഗിയായി ശ്രീരാമചന്ദ്രൻ വീരപുരുഷനായി, ബലവാനായി, മാത്രമാണോ സർവഗുണസമ്പന്നനായി. പിന്നെയോ ദൃഢവ്രതനായി, സത്യവാനായി, നീതിജ്ഞനായി, ആദർശപുരുഷൻ, അല്ലെ? ആദർശപുരുഷൻ കൂടി ആയിട്ടാണ് അദ്ദേഹം ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നു. കഥയല്ല, ജീവിച്ച് കാണിച്ചു തന്നു. പിന്നെ ക്രോധം എന്ന് പറഞ്ഞത് രാമനുണ്ടായിരുന്നില്ല. എന്തിലും ദയ കാണുന്നവനായിരുന്നു. മാത്രമല്ല നല്ല ധീരനായിരുന്നു. അപ്പോൾ ഒരു 16 ഗുണങ്ങൾ ഈ ശ്രീരാമചന്ദ്രന് ഉണ്ടായിരുന്നു. ഭാരതം ഭരിച്ച മറ്റ് രാജാക്കന്മാരെ ഒന്നും നമ്മൾ ഈശ്വരനായി കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ലല്ലോ. രാമായണം 6 കാണ്ഡങ്ങളിലായിട്ട് 24,000 ശ്ലോകങ്ങൾ വാൽമീകി മഹർഷി എഴുതി. അതിനെയാണ് എഴുത്തച്ഛൻ സാധാരണക്കാരായ നമ്മൾക്കൊക്കെ വായിക്കാൻ വേണ്ട രീതിയിൽ, ഏത് രീതിയിലും വായിക്കാം, അങ്ങനെ കിളിപ്പാട്ടാക്കിയിട്ട് രൂപപ്പെടുത്തി തന്നത്. അതാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന അധ്യാത്മരാമായണം. 5000 വർഷം മുമ്പ് രചിച്ച ഗ്രന്ഥമാണ് ഇത്. ഇത് ലോകം മുഴുവൻ രാമായണം, അല്ലേ?
ഈ ഒരു കർക്കിടക മാസത്തിൽ മാത്രമല്ല, എന്നും രാമായണം പാരായണം ചെയ്ത് ആനന്ദത്തിൽ ആറാടണം എന്നാണ് പറയണത്. രാമ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, രമിപ്പിക്കണത്. ഇത് ചൊല്ലിയാൽ തന്നെ നമുക്ക് അത്രയും ആനന്ദം ഉണ്ടാവും. പിന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടായതെന്നും കൂടെ പറയാം. ഈ തമസാ നദീതീരത്ത് ഈ ക്രൗഞ്ചമിഥുനങ്ങൾ പിന്നെ ഉല്ലസിച്ചും കൊണ്ട് മരക്കൊമ്പിലിരുന്ന് തൊട്ടുരുമ്മിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൺപക്ഷിയെ വേടൻ അമ്പെയ്തു. ഇത് മഹർഷി കണ്ടു. അമ്പ് കൊണ്ട ആൺപക്ഷി കീഴ്പോട്ട് വീണു. ഇത് കാരണം അവർ അത്രയും കൊക്കുരുമി ഉല്ലസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇണകളിൽ ഒന്നിനെയാണ് അസ്ത്രമെഴുത് കീഴ്പോട്ട് വീഴ്ത്തിയത്. മാനുഷാദ പ്രതിഷ്ഠാം ത്വമാഗമ ശാശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനോദേകമവധി കാമമോഹിതം. കാമമോഹിതരായ ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ വധിച്ച നിനക്ക് ഒരിക്കലും നിലനിൽപ്പ് ഇല്ലാണ്ടാവട്ടെ എന്നാണ് ശപിച്ചതേ. ഒരിക്കലും നിനക്ക് നിലനിൽപ്പില്ലാതാവട്ടെ. ഇതേ രീതിയിൽ, ഇതേ വൃത്തത്തിൽ ഈ മഹർഷി കവിത എഴുതി. അപ്പോൾ മനുഷ്യ സൃഷ്ടിയായ നമ്മൾ ഈ കവിത എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ മനുഷ്യ സൃഷ്ടിക്ക് മാത്രമല്ലേ, ഇപ്പോൾ നമുക്ക് മനുഷ്യന് മാത്രമല്ലേ ഇപ്പോൾ ഇതൊക്കെ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റൂ. കാരണം എന്താ, വിവേക ബുദ്ധി ഉണ്ടേ, മനുഷ്യന് മാത്രമേ അതുള്ളൂ. എന്നാൽ എല്ലാവർക്കും ജീവനില്ലേ, ഉണ്ടായിട്ട് കാര്യമില്ല. സംസാരശേഷി മനുഷ്യന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ബുദ്ധിയും വിവേകവും മനുഷ്യനേ ഉള്ളൂ. അപ്പോൾ സൽസ്വഭാവത്തിൻ്റെയും ഗുണത്തിൻ്റെയും സ്വഭാവത്തിൻ്റെ ദോഷങ്ങളെയിലൊക്കെ രാമായണത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ ഈ പണ്ടെന്നെ നമുക്ക് ഈ പൂർവികന്മാർ ചില കാര്യങ്ങളൊക്കെ ആചരിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ആചാരം? കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തണം. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കുന്നത്. ത്രേതായുഗത്തിലാണല്ലോ ശ്രീരാമാവതാരം. ഈ ശ്രീരാമാവതാരം മുതൽ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും കഥയാണല്ലോ രാമായണത്തിൽ കൂടെ പറയുന്നത്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രത്തിൽ നിന്ന് എടുത്ത രാ എന്നും നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തിൽ നിന്നും എടുത്ത മാ എന്നും ചേർന്ന ദ്വയാക്ഷര മഹാമന്ത്രമാണ് രാമ. രാമ എന്ന നേരത്തെ ഞാൻ പറഞ്ഞു, സർവരെയും രമിപ്പിക്കണത്. വാൽമീകി മഹർഷി എന്ന ആദികവി ആദ്യം എഴുതിയതാണ് എന്നും പറയണ്ടായി അല്ലേ. 18 പുരാണങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 4 വേദങ്ങൾ, 2 ഇതിഹാസങ്ങൾ അല്ലേ. ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളികൾക്ക് വേണ്ടിയിട്ട് കിളിപ്പാട്ട് രൂപത്തിൽ നമുക്ക് ചിട്ടപ്പെടുത്തി തന്നതാണ്. അപ്പോൾ 51 അക്ഷരം അറിയണ ഏതൊരാൾക്കും അധ്യാത്മരാമായണം വായിക്കാൻ സാധിക്കും. മലയാള അക്ഷരം അറിഞ്ഞാൽ മതി, അത്രയേ വേണ്ടൂ. അതറിഞ്ഞാൽ വായിക്കാൻ കഴിയും. അതാണ് രാമകഥ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ മാനവരാശിയും രാമായണ പാരായണം തുടർന്നു പോരുന്നു. അത് എത്ര കാലം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ യുഗാവസാനം വരെ. എപ്പോഴാണ് ഈ യുഗാവസാനം? മലകളും പുഴകളും ഉള്ള കാലത്തോളം ഇത് നിലനിൽക്കും. 6 കാണ്ഡങ്ങളിലായിട്ട് ആണ് രാമായണം. അധ്യാത്മരാമായണത്തിൽ 7920 ശ്ലോകങ്ങളുണ്ട്. പിന്നെയോ ഈ ശ്ലോകങ്ങൾ കർക്കിടക മാസത്തിൽ രാമായണ മാസമായി തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഒരു ദിവസം യജ്ഞമായിട്ട് ചെയ്യുന്നവരുണ്ട്. 9 ദിവസം കൊണ്ട് വായിച്ച് മുഴുമിക്കുന്ന നവാഹായി ചെയ്യുന്നവരുണ്ട്. 1 മാസം കൊണ്ട് ചൊല്ലി പാരായണ യജ്ഞം നടത്തുന്നവരുണ്ട്. അപ്പോൾ ഈ കർക്കിടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്ന് പറയും.
അതെന്താ ഈ കർക്കിടക മാസത്തിൽ വായിക്കാൻ കാരണം എന്നാണ് വെച്ചാൽ എല്ലാം കൊണ്ടും ദുർഘടായ മാസമാണ് ഈ കർക്കിടക മാസം. അത്യുഷ്ണം കഴിഞ്ഞിട്ട് വരുന്ന മഴക്കാലം. ഇപ്പം തന്നെ നമുക്ക് അനുഭവമല്ലേ, ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും അതിൻ്റെയൊക്കെ പുറമെ ജീവനാശം, ദാരിദ്ര്യം, വറുതി, അസുഖങ്ങൾ, ഇതുകൊണ്ടെല്ലാം ഈ കർക്കിടക മാസം മനുഷ്യ മനസ്സിനെ അസ്വസ്ഥമാക്കണം. ശരീരസുഖവും മനസ്സുഖവും ശരീര സൗഖ്യമൊക്കെ ഉണ്ടാവാൻ നമ്മൾ എന്താ ചെയ്യുക? ഔഷധം സേവിക്കും. അങ്ങനെ ശരീരമൊക്കെ സംരക്ഷിക്കും. എന്നാൽ നമ്മുടെ മനസ്സ് അല്ലേ, ശാന്തി സമാധാനവും വേണമെങ്കിൽ എന്താ വേണ്ടേ? അതിനും ചികിത്സ വേണം. എന്ത് ചികിത്സയാണ് വേണ്ടേ? ആധ്യാത്മിക ചികിത്സയാണ് വേണ്ടത്. കാമക്രോധ മോഹലോഭങ്ങൾ കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് അഴുക്ക് നിറഞ്ഞതാണ്. ആ അഴുക്കിനെ കളഞ്ഞ് ശുദ്ധി ചെയ്യേണ്ടതുണ്ട്. അങ്ങനത്തെ ശുദ്ധ മനസ്സിൽ മാത്രമേ ആധ്യാത്മിക കൊണ്ടും നമുക്ക് ചിത്തശുദ്ധി വരുത്താൻ കഴിയൂ. അവിടെ മാത്രമേ ഭഗവാൻ തെളിയൂ. ചിത്തമാലിന്യത്തെ കഴുകിക്കളയണം. ഈ കഴുകിക്കളയണമെങ്കിൽ അതിനുള്ള ചികിത്സയാണ് രാമനാമ ജപം. അതിന് പറ്റിയ ഗ്രന്ഥമാണ് രാമായണം. രാമായണത്തിലെ ഓരോ വരിയിലും രാമമന്ത്രം അടങ്ങിയിട്ടുണ്ട്. 24,000 ശ്ലോകങ്ങൾ, 7,86,000 അക്ഷരങ്ങൾ, എല്ലാറ്റിലും രാമമന്ത്രം. ഈ കലിയുഗത്തിൽ രക്ഷ കിട്ടണമെങ്കിൽ എന്തേ മാർഗമുള്ളൂ? രാമനാമജപം മാത്രമേ രക്ഷയുള്ളൂ. 15,840 വരികളാണ് ആധ്യാത്മിക രാമായണത്തിൽ. രാമഭക്തരായ ജനങ്ങളെ ഒരിക്കലും കലി ബാധിക്കില്ല. എവിടെ എന്തൊക്കെ നടന്നോട്ടെ, പക്ഷേ രാമായണം വായിക്കുന്ന ഭവനത്തിൽ ഒരിക്കലും കലി നമ്മളെ ബാധിക്കില്ല. അതിന് ഭഗവാൻ സമ്മതിക്കില്ല. അതിനും വേണട്ടോ ഒരു മുൻജന്മ സുഹൃതം. സുഹൃതം ചെയ്തവർക്ക് മാത്രമേ രാമായണ പാരായണം ചെയ്യാൻ കഴിയൂ. അത് ചൊല്ലാനും കേൾക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കൂ. കേൾക്കണമെങ്കിൽ ഒരു മനസ്സ് വേണ്ടേ? അതിന് സുഹൃതികൾക്കേ കഴിയുള്ളൂ. അപ്പോൾ ഇതിനെന്താ ആദ്യം വേണ്ടത് വെച്ചാൽ ഭക്തിയാണ് വേണ്ടത്. ഭക്തി ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കൂ. അത് എങ്ങനെ ഉണ്ടാവുക? ഈ ഭഗവാനിലേക്ക് അടുക്കണമല്ലോ. അതിനെന്താ മാർഗം? ഭക്തി വളരുന്നതിന് തടസ്സമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു, കാമവും ക്രോധവും, അതങ്ങോട്ട് ഇല്ലാണ്ട് ചെയ്യാൻ തന്നെ ആദ്യത്തെ പടിയായി. പിന്നെ രണ്ടാമത്തെ പടി എന്താ? ഭഗവത് കഥകളായ രാമായണം, ഭാഗവതം, ഭഗവത്ഗീത, ജ്ഞാനപ്പാന, ഹരിനാമ കീർത്തനം, ഭജഗോവിന്ദം, നാരായണീയം, ഇങ്ങനെ തുടങ്ങി നമുക്ക് ഒട്ടനവധി ആത്മീയ ഗ്രന്ഥങ്ങളുണ്ട്. ഒട്ടേറെ പുരാണങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് വായിക്കുക. ഇത് ക്ഷേത്ര ദർശനം നടത്തുക, പ്രഭാഷണങ്ങൾ കേൾക്കുക, സത്സംഗത്തിൽ പങ്കെടുക്കുക, ഐശ്വര്യ പൂജകളിൽ പങ്കെടുക്കുക. അപ്പോൾ അവിടെയൊക്കെ നാമജപാവും അതൊക്കെ കേൾക്കുക, നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്താലോ ഭക്തി ഉണ്ടായാൽ ഭഗവാനിലേക്ക് അടുക്കാൻ കഴിയും. അതോടുകൂടി ഭക്തനും ഭഗവാനും രണ്ടല്ല എന്നും ഒന്ന് തന്നെയാണെന്നും ബോധ്യമാവും. രാമായണത്തിൽ കൂടി ഇത് വ്യക്തമാക്കി തരുന്നുണ്ടേ. രാമായണത്തിലെ ഓരോ വരിയിലും എന്തെല്ലാം അർത്ഥമാണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞെന്തി, പക്ഷെ മുങ്ങിത്തപ്പണം. വെറുതെ ഉണ്ട് വായിച്ചു പോയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. പല പല ആവർത്തി വായിക്കുമ്പോഴാണ് കുറച്ച് തന്നെയും മനസ്സിലാവും. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ്. അതിന് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മവും രാവണൻ്റെ അധർമ്മവും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താ ജയിക്കണമെന്നറിയോ? ധർമ്മം. രാമായണം നമ്മുടെ മുത്തുകൾ നിറഞ്ഞൊരു മഹാസാഗരം പോലെ. രാമായണത്തിൽ കൂടി നമുക്ക് ബന്ധുവായും ഭക്തനായും
അതേസമയം ശത്രുവായും ഒരാൾക്ക് ഈശ്വരനോട് അടുക്കാൻ കഴിയുന്ന രാമായണം നമ്മെ പഠിപ്പിക്കണില്ലേ? ശബരി എന്നൊരു കാട്ടാള സ്ത്രീ അതിൽ വരുന്നുണ്ട്. മാതംഗ മുനിയുടെ ആശ്രമത്തിൽ സഹവാസം കൊണ്ട് എന്തായി? ശ്രീരാമഭക്തയായി തീർന്നു. അപ്പം എന്താ സഹവാസം? അതേപോലെ ജടായു, പിന്നെയോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ പുരുഷനെന്നോ കുട്ടികളെന്നോ വൃദ്ധരെന്നോ ഏത് കുലത്തിലാണെന്നോ എന്ത് നാമാണെന്നോ ഇതൊന്നും തന്നെ ഭക്തിക്ക് തടസ്സമല്ല. അപ്പോൾ ഇതൊന്നും ഇന്ന കുലത്തിലാണ്, ഇന്ന സമയത്തെ പഠിക്കാൻ പറ്റുമോ, ഇന്ന സമയത്തെ രാമായണം വായിക്കാൻ പറ്റുമോ, അതൊന്നുമില്ല. അതേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഭക്ഷണം എങ്ങനെയാണ്? ആ ഭക്ഷണം പോലെ തന്നെ ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് ഈശ്വര പ്രാർത്ഥന. എങ്കിലേ ജീവിതം പൂർണ്ണതയിലെത്തൂ. എല്ലാ ജനങ്ങൾക്കും ഈ ഒരു സത്യം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജീവിതാനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമീതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോകൃതം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമീ ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവിൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ബദ്ധനാകിലും ഉടൻ മുക്തനായി വന്നുകൂടും. ഈ മർത്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യനുള്ളൊരു പര്യായ മർത്യൻ. അപ്പം ഈ മർത്യൻ എന്നാൽ മരണത്തെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുവന്നവനെന്നാണ് അർത്ഥം. രാമായണത്തിൽ മുഴുവൻ ആത്മീയ തത്വങ്ങളാണേ. ശ്രീ പരമേശ്വരനാൽ ഉപദേശിക്കപ്പെട്ടതായ അധ്യാത്മരാമായണം അധ്യയനം ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി ലഭിക്കും. മാത്രമല്ല സകല പാപവും നശിക്കും. ഒരു മനുഷ്യൻ നന്നാവാൻ വേണ്ടത് എന്താ? 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ നന്നാവാൻ വേണ്ടത്. അത് മനസ്സിലാക്കിയാൽ തന്നെ മനുഷ്യൻ നന്നാവും. ഒന്ന് കർമ്മയോഗം, പിന്നെ ഒന്ന് ഭക്തിയോഗം, പിന്നെ ഒന്ന് ജ്ഞാനയോഗം. ശരീരം കൊണ്ട് കർമ്മം ചെയ്യുക, മനസ്സുകൊണ്ട് ഭക്തി ഉണ്ടായിരിക്കുക, ബുദ്ധി കൊണ്ട് ജ്ഞാനം സമ്പാദിക്കുക. ഇത് 3 ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ നന്നായി എന്നർത്ഥം. പിന്നെ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ക്ഷേത്രങ്ങളിൽ അല്ലേ വായിക്കാറുണ്ട് സാധാരണഗതിയിൽ. അതൊക്കെ ഒരു അനുഷ്ഠാനമായിട്ടാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ക്ഷേത്രത്തിൽ പോയിട്ട് വായിക്കുക. നല്ല പവിത്രമായ ക്ഷേത്രങ്ങളാണ് അല്ലേ. വീടിനേക്കാൾ പരിശുദ്ധി ഉണ്ടാവും, കൂടുതൽ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും എന്നാ പറയുക. അപ്പോൾ വീട്ടിൽ വായിക്കണ്ട എന്നല്ല പറയണതിൻ്റെ അർത്ഥം. അത് അപ്പോൾ എന്തായാലും ഈ രാമായണ മാസത്തിൽ മാത്രം വായിച്ചാൽ പോരാ. പിന്നെ എന്ത് വേണം? എന്നും രാമായണം വായിക്കണം. സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയല്ലോ. എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഈ സുഗ്രീവൻ രാജ്യത്തിൻ്റെ 4 ദിക്കിലേക്കും വാനരപ്പടയെ അയച്ചു. 1 മാസത്തിനകം സീതയെ കണ്ടുപിടിച്ച് വരണം എന്നാണ് കൽപ്പന. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? രാജശാസനാണേ, വധശിക്ഷ നടപ്പിലാക്കും. അതും കൽപ്പിച്ചു. ആകെ 30 ദിവസം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാനര സംഘത്തിലുള്ള ഹനുമാൻ, അങ്കദൻ, ജാമ്പവാൻ തുടങ്ങിയവർ തെക്ക് ഭാഗത്തേക്കാണ് പോയത്. സീതയെ അന്വേഷിച്ചു പോയി അവരങ്ങനെ. ഇവരെ യാത്രയാകുന്നതിന് മുമ്പ് ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു അറിയോ? ഹനുമാനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സീതയെ തിരിച്ചറിയാൻ വേണ്ടി, സീതയ്ക്ക് അറിയില്ലല്ലോ, ഹനുമാനെയൊന്നും സീത കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ തൻ്റെ വിരലിലെ പേര് കൊത്തിയ മോതിരം
അടയാളമായിട്ട് ഒരു വാക്യവും പറഞ്ഞു കൊടുത്തയച്ചു. ഒരുപാട് വാനരസേന ഉണ്ടെങ്കിലും കൂടി ഹനുമാനെയാണ് വിളിച്ചത്. അതെന്താ കാരണം? കഴിവുള്ളവരെയാണ് കാര്യം ഏൽപ്പിക്കുക. ഹനുമാൻ അത് കഴിയുന്നറിയേ. അതാണ് സംഭവം. ഹനുമാനും കൂട്ടരും സീതയെ അന്വേഷിച്ച് മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിലെത്തി. സീതയെ കാണാൻ കഴിയാത്ത നിരാശയിൽ എല്ലാവരും ദർഭ വിരിച്ച് ഉപവസിച്ച് മരിക്കാൻ വരിയായിട്ട് അങ്ങനെ കടന്നു. കാരണം മാസം തീരാ, ആകെ കുറച്ച് ദിവസം കൂടിയുള്ളൂ. മറ്റുള്ള ദിവസമൊക്കെ കഴിഞ്ഞു പോയി, അതുവരെ കാണാൻ പറ്റിയില്ല. ഇത് കണ്ട സമ്പാദി എന്ന പക്ഷിശ്രേഷ്ഠൻ ഇവരെ കൊത്തി വിഴുങ്ങാനായി അടുത്തു വന്നു. മരിക്കാൻ കിടക്കുന്ന വാനരന്മാർ ജടായുവിനെ കുറിച്ച് സംസാരിക്കുന്നത് സമ്പാദി കേട്ടു. കാരണം ഒരു പക്ഷിക്ക് ഇരയായി തീരുവാണല്ലോ ഈശ്വര എന്നാണ് ഇവർ പറയണത്. ജടായുവിൻ്റെ ഒരു ഗതിയും കൂടി ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന്. തൻ്റെ അനുജൻ്റെ വർത്തമാനം കേട്ട് ഈ വാനരന്മാർ ജടായുവിനെ പറയുന്നതൊക്കെ സശ്രദ്ധം കേട്ടു സമ്പാദി. അപ്പോൾ ഈ വാനരന്മാരോട് ജടായുവിനെ കുറിച്ച് സമ്പാദി ചോദിച്ചു. രാവണനാണ് ജടായുവിൻ്റെ മരണകാരണക്കാരനെന്ന് അറിഞ്ഞു. എങ്കിലും ശ്രീരാമദർശനം കൊണ്ട് മോക്ഷം ലഭിച്ച കഥയും അറിയാൻ കഴിഞ്ഞു. അത് ഈ വാനരന്മാരെടുത്തുനിന്ന് അറിഞ്ഞത്. അനിയൻ മരിച്ച കാര്യം അറിഞ്ഞു, പക്ഷേ ശ്രീരാമൻ്റെ ദർശനം കിട്ടിയത് ഇപ്പോഴാണ് അറിയണം. മരിച്ച അനുജന് ഉദകക്രിയയെല്ലാം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ ഗൃധ്രനാണേ ചിറകൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അത് വേറൊരു കഥയാണ്. അപ്പോൾ എടുത്തു കൊണ്ടേക്കണം സമുദ്രതീരത്ത്. നമ്മൾ വെള്ളമുള്ളിടത്തിലാണല്ലോ ഉദകക്രിയ ചെയ്യുക. പുഴയിലോ കുളത്തിലോ അങ്ങനെയൊക്കെയാണ് ഉദകക്രിയകൾ ചെയ്യുക. അപ്പോൾ സമുദ്രത്തിൻ്റെ തീരത്ത് കൊണ്ടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടി സമുദ്രത്തിൻ്റെ തീരത്ത് എടുത്തു കൊണ്ടുവച്ചു. അങ്ങനെ അനുജന് വേണ്ടി ഉദകക്രിയകളൊക്കെ ചെയ്തു. സീതയെ അപഹരിച്ച രാവണൻ്റെ ലങ്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തു. സമുദ്രത്തിൻ്റെ മറുകരയിൽ ത്രികൂടഗിരിയിലെ ലങ്കയിൽ അശോകവനിയിലെ രാക്ഷസികളുടെ നടുവിലാണ് സീത ഉള്ളത് എന്ന് സമ്പാദി ഇവർക്ക് പറഞ്ഞു കൊടുത്തു. മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് 100 യോജന ദൂരമുണ്ട്. പക്ഷെ അവിടേക്ക് അത് എങ്ങനെയാണ് ഈ തിര്യക്ക് വംശത്തിൽപ്പെട്ട പക്ഷി ആയതുകൊണ്ട്, അങ്ങനെ പറഞ്ഞാൽ കഴുകനായതുകൊണ്ട് സമ്പാദിക്ക് സീതയെ കാണാൻ കഴിഞ്ഞത്. സാധാരണക്കാർക്കൊന്നും കാണാൻ കഴിയില്ല. കഴുകൻ്റെ കണ്ണ് പോലെ കേട്ടിട്ടില്ലേ? പണ്ടുള്ളവരൊക്കെ പറയും എന്തൊരു നോട്ടാ അത് കഴുകൻ്റെ കണ്ണ് പോലെയെന്ന്. അതുപോലെ ഈ കഴുകനായതുകൊണ്ട് സീത ഇരിക്കണതൊക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ സമ്പാദിക്ക് കാണാൻ കഴിഞ്ഞു. അതാണ് പറഞ്ഞു കൊടുത്ത്. അപ്പം എന്ത് വേണം കാണണമെങ്കിൽ സീതേനെ കടൽ ചാടിക്കിടക്കണം. അങ്ങനെ ചാടിക്കടന്നവർക്ക് സീതയെ കണ്ടുവരാൻ സാധിക്കും എന്ന് പറഞ്ഞു സമ്പാദി. സമ്പാദി തൻ്റെ കഥ വാനരന്മാർക്ക് പറഞ്ഞു കൊടുത്തു. എന്തായിരുന്നു കഥ? സമ്പാദിയും ജടായുവും തിര്യക് ജാതിയിൽപ്പെട്ട പക്ഷികളാണ്. അരുണൻ്റെയും ശ്വേനിയുടെയും മക്കളാണ് അവർ. സൂര്യൻ്റെ തേരാളിയാണല്ലോ അരുണൻ. സമ്പാദിയും ജടായുവും വലിയ ശക്തിമാന്മാരായിരുന്നു. ശക്തി ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? അഹങ്കാരം ഉണ്ടാവും. അപ്പം എല്ലാം തൻ്റെ കീഴിലാക്കണം എന്നുള്ള വിചാരവും ഉണ്ടാവും. ഈ അഹം നശിക്കണമല്ലോ, അതിന് ഭഗവാൻ ഒരു വഴി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തിയിൽ ഇവർ ഊറ്റം കൊണ്ടവരായി തീർന്നു. അതാണ് ശക്തി കൂടുതലായ എല്ലാം നടത്താൻ കഴിയുന്നൊരു വിചാരം. അപ്പം ഇവർ രണ്ടാളും കൂടി ജ്യേഷ്ഠനും അനുജനുമാണ്. ആർക്കാണ് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ കഴിയുക എന്ന് അവരൊരു പന്തയം വെച്ചു. അവർ പരീക്ഷിക്കാനും ഉറച്ചു. 2 പേരും ഉയർന്നു പറന്നു സൂര്യമണ്ഡലത്തിലെത്തി. അതിഭയങ്കരമായ ചൂടിലെ ജടാവിന് പൊള്ളലേറ്റു. ചിറകൊക്കെ അങ്ങോട്ട് കരിഞ്ഞു. സമ്പാദി അവനെ രക്ഷിക്കാൻ തൻ്റെ ചിറകുകൾക്ക് ഉള്ളിലാക്കി പറന്നു. എന്തു വന്നാലും അനിയനല്ലേ,
അപ്പോൾ അതിൻ്റേതായ ഒരു രക്തബന്ധം ഉണ്ടാവുമല്ലോ. സമ്പാദിയുടെ ചിറകൾ അല്ലേ, എല്ലാ ചിറകുകളും മുഴുവൻ അങ്ങോട്ട് കരിഞ്ഞു സൂര്യപ്രകാശം ഏറ്റിട്ട്. അപ്പോൾ എന്നിട്ട് എന്തുണ്ടായി? വിന്ധ്യ പർവ്വതത്തിൽ ഒരു മല പോലെ അങ്ങോട്ട് വന്ന് വീണു. രൂപം കൂടി തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായി. ഒരു പക്ഷിയുടെ ചിറക് പോയ ഒരു മാംസ കഷ്ണം പോലെയല്ലേ ഉണ്ടാവും. അങ്ങനെ മാത്രമല്ല, സൂര്യതാപം ഏറ്റിട്ടേ ആകെ പൊള്ളലേറ്റില്ലേ. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആണ് കണ്ണ് തുറന്നത്. കണ്ണ് തുറന്നിട്ട് എന്താ ഉണ്ടായത്? കണ്ണ് തുറന്നു നോക്കുമ്പോൾ പർവ്വതത്തിൻ്റെ മുകളിലൊക്കെ ആരാ ഉണ്ടാവുക? ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നടന്നു. പറക്കാൻ പറ്റില്ലല്ലോ, കരിഞ്ഞു പോയില്ലേ. അങ്ങനെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ ചെന്നു. അവിടെ നിശാകരൻ എന്ന ഒരു മഹർഷി താമസിച്ചിരുന്നു. അപ്പോൾ ഈ മുനിക്ക് സമ്പാദ്യം മനസ്സിലായി. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച സമ്പാദിയെ മുനി തത്വോപദേശം നൽകി ആത്മഹത്യയെന്നൊക്കെ പിന്തിരിപ്പിച്ചു. സമ്പാദിയുടെ ജീവിതം കൊണ്ട് ലോകത്തിന് ഉപകാരം ഉണ്ടാവുമെന്നും ഓർമ്മപ്പെടുത്തി. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകുമെന്നും കഴുകനാകയാൽ നിനക്ക് ലങ്കയിൽ സീതയെ കാണാൻ കഴിയുമെന്നും ഈ കഥയെല്ലാം സീതയെ അന്വേഷിച്ചു വരുന്ന വാനരന്മാരോട് പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴേക്കും പുത്തൻ ചിറകുകൾ വന്ന് സമ്പാദി മുന്നത്തെ പോലെ ആയിത്തീരുമെന്നും ആ താപസോത്തമൻ പറഞ്ഞു. നിശാകര മുനി പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം മുനി അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നോക്കി നിൽക്കെ സമ്പാദിക്ക് ചിറകുകൾ മുളച്ചു. അവൻ പറന്നുയർന്ന് മോക്ഷം പ്രാപിച്ചു. സമ്പാദിയുടെ ഉപദേശപ്രകാരമാണ് ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതയെ കണ്ട് മോതിരവും അടയാളവാക്കും പറഞ്ഞ് തിരിച്ചു വന്ന് ശ്രീരാമനെ അറിയിച്ചത്. അത് രാമായണത്തിലുള്ള ഒരുപാട് കഥകളുണ്ട്. പക്ഷെ ഇത് രാമായണത്തിലുള്ള ഒരു പ്രധാന കഥയാണ്. എല്ലാം കഥരൂപത്തിലാണല്ലോ പറയണത്. അപ്പോൾ അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞാലും തീരില്ല. അതാണ്. പിന്നെ ശ്രീരാമചന്ദ്രന് പിതൃസ്നേഹം, മാതൃസ്നേഹം, സഹോദര സ്നേഹം, സുഹൃത്തുക്കളോടുള്ള സ്നേഹം, ഇതൊക്കെ ശ്രീരാമചന്ദ്രനുണ്ടായിരുന്നു. മാത്രമല്ല ധർമ്മം വിട്ടൊരു കർമ്മവും ശ്രീരാമൻ ചെയ്തിരുന്നില്ല. പിന്നെ പ്രജകളെ സംരക്ഷിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല ജടായു പക്ഷി എന്നില്ല, പക്ഷികളോടും മൃഗങ്ങളോടും എന്ന് വേണ്ട സകല ജീവികളോടും കാരുണ്യം കാണിച്ചിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 16 ഗുണങ്ങളുണ്ടായിരുന്നു എന്ന്. ഭാരതത്തിന് അല്ലേ ഏറ്റവും സ്വീകാര്യനായ ആദർശ പുരുഷനായിരുന്നു ശ്രീരാമചന്ദ്രൻ. ആദർശ വനിതയായിരുന്നു സീതയും. സീത ഉപമയ്ക്ക് അങ്ങനെ അറിയോ? ഭൂമിദേവിയോടാ. പറ, സീതാദേവി ക്ഷമയുടെ പര്യായ. എന്നാ സ്വന്തം സഹോദരന്മാരുണ്ടല്ലോ 3 പേര്, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ഇവരെ പോലെയുള്ള മാതൃകാ സഹോദരന്മാർ ഇന്നുണ്ടോ? നമുക്കറിയാലോ. 2 പേരുണ്ടെങ്കിൽ അവിടെ വിദ്വേഷമായി. ഒന്നേ ഉണ്ടെങ്കിൽ പോരാ തോന്നും, 2 ആയ പോരായി. അതാണ് ഇന്നത്തെ സ്ഥിതി. എന്നാൽ ഇതെല്ലാം അനിയന്മാരെയും ഒരേപോലെയാണ് ശ്രീരാമചന്ദ്രൻ കണ്ടത്. പിന്നെ അത് മാത്രമല്ല ഹനുമാൻ, ഗുഹൻ പോലെയുള്ള മാതൃകാ സേവകർ അല്ലേ, എന്ത് ചെയ്യാനും ശ്രീരാമന് വേണ്ടി എന്ത് ചെയ്യാനും അല്ലേ, ജീവൻ ത്യജിക്കാനും കൂടി അവർ തയ്യാറായിരുന്നു. മാത്രമല്ല സുഗ്രീവൻ, വിഭീഷൺ പോലെയുള്ള മാതൃകാ സുഹൃത്തുക്കൾ അല്ലേ. ഇന്ന് സുഹൃത്തുക്കളെ പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോയി കൊലപാതകം ചെയ്യണ കാലം. എന്നാൽ അവരെ പോലെയുള്ള സുഹൃത്തുക്കൾ ഇന്ന് കാണുന്നുണ്ടോ? ഇല്ല. ഒരു രാജ്യത്തിൽ ധർമ്മവും പരിശുദ്ധിയും നീതിയും പുലരണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ ഉണ്ടെങ്കിലേ പറ്റൂ അല്ലേ. ഇന്ന് നമ്മുടെ ഭരണം തന്നെ എങ്ങനെയാ? സ്വേച്ഛാധിപതികളാണ്. എല്ലാം അഴിമതിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത്.
പക്ഷേ ശ്രീരാമൻ്റെ കാലത്ത് ഏക മാതൃക ശ്രീരാമനായിരുന്നു. കാരണം രാജ്യം ഭരിക്കുന്ന ആളാണ്. മാതൃകാ രാജാവായി വാഴുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ സുഖിക്കാൻ അവസരം വിരളായിരിക്കും. എന്നാൽ ഇന്നത്തെ ഭരണാധികാരികൾ അവർ സുഖിക്കും, മറ്റുള്ളവർ എത്ര കഷ്ടപ്പെട്ടാലും വിരോധമൊന്നുമില്ല. പക്ഷെ ശ്രീരാമൻ കാണിച്ചു തന്നത് നമുക്ക് ഒരു രാമരാജ്യമാണ്. മഹാത്മാഗാന്ധിയുടെ സ്വപ്നവും അതുതന്നെയായിരുന്നു. ശ്രീരാമൻ്റെ ജീവിതം വെളിപ്പെടുത്തുന്നത് ഒരു നല്ല ഭരണാധികാരി, 16 ഗുണങ്ങളോട് കൂടിയ. കൗമാരം കഴിയണതിന് മുമ്പ് തന്നെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാഗരക്ഷ ചെയ്യാൻ വനത്തിലേക്ക് പോവേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, 14 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ വരുന്നത് തിരിച്ചു വന്നപ്പോഴേക്ക് ഇവിടെ ശാപം കൊടുത്ത് ഒരു കാര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ വരം നൽകി. അത് വലിയൊരു കഥ. അങ്ങനെ 14 വർഷം കാട്ടിലും. അപ്പോൾ ചെറിയ കുട്ടിയായിരുന്ന ശ്രീരാമചന്ദ്രനെ വിശ്വാമിത്ര മഹർഷി, ചെറിയ കുട്ടിയാണേ, 14 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചുണർത്തണം. കടന്നുറങ്ങിയാൽ അത് കാട്ടിലല്ലേ, നിവൃത്തിയില്ല കൊടുക്കാതിരിക്കാൻ. കാരണം ഇല്ലെങ്കിൽ ശപിക്കും വിശ്വാമിത്രൻ. അതിന് ശാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മക്കളെ പറഞ്ഞയച്ചേ പറ്റൂ. ക്ഷിപ്രകോപിയാണ് വിശ്വാമിത്രൻ. അപ്പോൾ ചെറിയ കുട്ടികളല്ലേ, ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെയൊക്കെ ആയ ഉണർത്തണേ. അങ്ങനെ രാവിലെ ഉണർത്തിയിരുന്നത് ഒരു ശ്ലോകം ചൊല്ലിയിട്ടായിരുന്നു. കൗസല്യ സുപ്രജാ രാമ പൂർവാ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യകം. എന്താണ്? മാതാവായ കൗസല്യയുടെ സ്മരണയുടെയും ഭഗവാന്റെ പൂർവാവതാരമായ നരസിംഹാവതാരത്തിൻ്റെയും അനുസ്മരിച്ചു കൊണ്ടുള്ള ശ്ലോകമാണിത്. അവർ വെറും തറയിലാണ് കിടന്നുറങ്ങിയിരുന്നത്. അങ്ങനെ ശ്രീരാമനെ ഈശ്വരീയ കാര്യങ്ങൾക്കായിട്ട് വിശ്വാമിത്രൻ ഉണർത്തുന്നതാണ് ഈ വരികൾ. അപ്പോൾ ഇത് സുപ്രഭാതത്തിൽ ഇതെന്നും കേൾക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കുട്ടികളെ ഉണർത്തുക. എങ്ങനെ അമ്മമാർ അല്ലേ, 6 മണിയാകുമ്പോഴേക്ക് ട്യൂഷന് പോകണം. അപ്പോഴേക്ക് എന്ത് വേണം? ഉണർത്തണം. നീച്ചില്ലെങ്കിൽ ചന്തിക്ക് പിടയ്ക്കും. അങ്ങനെയൊന്നും അല്ല കുട്ടികളെ ഉണർത്തുക. നല്ല വാക്ക് പറഞ്ഞ് നാമം ചൊല്ലി കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം, അതൊക്കെ പറഞ്ഞ് നാമം ജപിച്ചുകൊണ്ട് ഭൂമിദേവിയെ തൊട്ട് വന്ദിച്ചുകൊണ്ട് വേണം രാവിലെ തുടങ്ങാൻ. വൈകുന്നേരം കിടക്കുമ്പോഴും അങ്ങനെ തന്നെ വേണം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊക്കെ രാമായണത്തിൽ കൂടി നമ്മുടെ നിത്യജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അപ്പോൾ 14 കൊല്ലാണ് ശ്രീരാമചന്ദ്രൻ നല്ല കാലം മുഴുവൻ ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രായം. സകല സുഖഭോഗങ്ങളും അനുഭവിക്കേണ്ട സ്വർഗസമാനമായ കൊട്ടാരം വിട്ട് കാട്ടിലെ കിഴങ്ങുകളും വനച്ചോലയിലെ വെള്ളവും കുടിച്ച് വൃക്ഷച്ചുവട്ടിൽ കഴിയേണ്ടി വന്ന ശ്രീരാമചന്ദ്രനെയാണ് നമ്മൾ കാണുന്നത്. അഭിഷേകമൊക്കെ കഴിക്കാൻ അച്ഛൻ തീരുമാനിച്ചപ്പോഴാണല്ലോ കൈകേയിക്ക് കൊടുത്ത വരം നിറവേറ്റാൻ വനത്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോഴും ഈ 2 സമയത്തും ശ്രീരാമൻ്റെ മുഖത്ത് ഒരേ ഭാവമായിരുന്നു. ഒരു സാധാരണക്കാരനെ കൊണ്ട് കഴിയോ? ഇല്ല. വിവേകത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ഉടമകൾക്ക് മാത്രമേ ഇത് കഴിയൂ. ലോകത്തിൽ ജീവിച്ചിട്ടുള്ള മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനും സർവഗുണസമ്പന്നനും സത്യസന്ധനും ധീരനും ഒക്കെ ആയിരുന്നു ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് എത്രയോ രാജാക്കന്മാർ ഭാരതം ഭരിച്ചു. ശ്രീരാമചന്ദ്രനെ ഈശ്വരനായി കാണാൻ കാരണം എന്താ? എല്ലാ ഗുണങ്ങളും തികഞ്ഞ രാജാവായിരുന്നു. എന്തെല്ലാം ദുഃഖങ്ങളാണ് രാവണൻ കട്ടുകൊണ്ടുപോയിട്ട് സീതാദേവി അനുഭവിച്ചത്. ക്ഷമയുടെയും പ്രശംസനീയമാണ് അല്ലേ, ക്ഷമയുടെ പര്യായാണ്. മാത്രമല്ല മാതൃകാപരമാണ്. എല്ലാവർക്കും ഒരു മാതൃകയാണ് സീതാദേവി.
അതികഠിനമായ ദുഃഖങ്ങളും അത്യുഗ്രമായ പരീക്ഷണങ്ങളും ദേവി നേരിടേണ്ടി വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ് രാമായണം? ശരിക്കും നമ്മുടെ നിത്യ ജീവിതം തന്നെയാണ് രാമായണം. ഇത് മാത്രമല്ല, 3 കുടുംബത്തിൻ്റെ കഥയാണ് പറയുന്നത്. സത്വഗുണം, പിന്നെ എന്താ പറയുക, 3 ഗുണങ്ങളുണ്ടല്ലോ, തമോ ഗുണം, അല്ലേ? അങ്ങനെ ഈ ഓരോ കുടുംബത്തിനും സാത്വികമായ ഒരു ഇതായിരുന്നു പിന്നെ അയോധ്യയിലെ ജീവിതം. അപ്പോൾ തമോ ഗുണക്കാരായിരുന്നു കിഷ്കിന്ധയിലെ ജനങ്ങൾ, രാക്ഷസീയമായിരുന്നു ലങ്കയിലെ, അല്ലേ? അപ്പോൾ ഈ 3 തരത്തിലുള്ള ജീവിതമാണ് രാമായണത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. അത് മാത്രമല്ല, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക, അതിനുള്ള ശക്തിയും ബുദ്ധിയും ആധ്യാത്മിക പരിശുദ്ധിയിൽ കണ്ടെത്തുക എന്നതാണ് രാമായണത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠം. രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചാൽ സാധാരണ ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. കാമലംബടനും ദുഷ്ടനും അധർമ്മിയായിരുന്നു. വേറൊരാളുടെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കാൻ അപ്പം തന്നെ അറിയാലോ അവൻ ആരായിരുന്നു എന്ന്. അങ്ങനത്തെ രാവണന്മാരൊന്നും ഉണ്ട്. അത് മാത്രമല്ല, രാവണൻ സ്വന്തം മക്കളെയും കുലത്തെയും സകല ശ്രേയസ്സുകളെയും അടിയറ വെച്ച് നശിപ്പിച്ചു. മാത്രമല്ല, സ്വയം മരണം ഏറ്റുവാങ്ങുകയും ചെയ്തു. എന്നാൽ വില്ലാളി വീരനായ ദശരഥനാകട്ടെ ഒരു സുന്ദരിയായ കൈകേയിയുടെ കളിപ്പാവയായി. അതാണല്ലോ സ്വന്തം മകനെ കാട്ടിലേക്ക് അയച്ചത്. അതുകൊണ്ട് എന്താ ഉണ്ടായത്? സ്വന്തം ജീവനും ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ കൗസല്യ അങ്ങനെയല്ല. മാതൃത്വത്തിൻ്റെ ഉന്നത മാതൃകയാണ് കൗസല്യ. കൈകേയി സ്വാർത്ഥയായിരുന്നു. മാത്രമല്ല, സൗന്ദര്യം കൂടുകൊണ്ട് അഹംഭാവം ഉണ്ടായിരുന്നു. എന്നാൽ 3ാമത്തെ ഭാര്യയായ സുമിത്ര വിനീതയായിരുന്നു, സേവന തൽപരയായിരുന്നു സുമിത്രാദേവി. ഹനുമാനെ പറ്റി പറയുകയാണെങ്കിൽ സ്വാമി ഭക്തിയുടെ മൂർത്തീകരണമായിരുന്നു ഹനുമാൻ. ധർമ്മത്തിൽ നിന്ന് തെറ്റിപ്പോയ ജ്യേഷ്ഠനെതിരെ വിഭീഷണൻ പറയുമ്പോൾ രാക്ഷസനായിട്ട് എന്താ കാര്യം? അവിടെയുണ്ട് നന്മ. ജ്യേഷ്ഠൻ്റെ അനീതിക്കെതിരെ പോരാടിയ ആളാണ് വിഭീഷണൻ. പിന്നെ കാമകേളി ആടിയ ശൂർപ്പണേഖ, ഭർത്താവും ഭാര്യയും നിൽക്കുമ്പോൾ ഭർത്താവിനെ തനിക്ക് വേണമെന്ന് പറഞ്ഞത്. ധിക്കാരിയായിരുന്നു, മര്യാദ കെട്ടവരായിരുന്നു അവൾ. അതുകൊണ്ട് എന്തായി? അംഗഭംഗം വന്നു. അതേപോലെ തന്നെ ബാലി നല്ല ബലവാനാ, പക്ഷെ ഒരു മര്യാദയില്ല, ധിക്കാരിയാണ്, അഹംഭാവിയാണ്. തനിക്ക് ശക്തി നല്ല പോലെ ഉണ്ട് എന്നുള്ള ഒരു അഹംഭാവം, അത് ഭഗവാൻ ഇല്ലാതാക്കി മോക്ഷം കൊടുത്തു. ശബരിയെ പോലത്തെ ഭക്ത ശിരോമണികൾ. എന്താണ് ഈ ശബരിക്കുള്ള പ്രത്യേകത? ഒരു കാട്ട് താമസിക്കുന്ന സ്ത്രീയാണ്. സാധാ നാട്ടിലത്തെ യാതൊരു പരിഷ്കാരോ വിവരോ അറിവോ ഒന്നുമില്ല. കാട്ടിൽ താമസിച്ച് അവിടുത്തെ താമസന്മാർക്ക് വേണ്ട പൂജാദ്രവ്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുക, സ്ഥലം വൃത്തിയാക്കുക, ഇതൊക്കെയായിരുന്നു പണി, അല്ലേ? അങ്ങനെയുള്ള ശബരിക്ക് എന്തേ ഉണ്ടായിരുന്നുള്ളൂ? അറിവുണ്ടായിരുന്നില്ല, പക്ഷെ എന്തുണ്ടായിരുന്നു? ഭക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ത ശിരോമണിയായിരുന്നു ശബരി. ആ ശബരിക്ക് മോക്ഷം കൊടുത്തില്ലേ? അപ്പം എന്താ വേണ്ടത്? അറിവിനേക്കാൾ വേണ്ടത് ഭക്തിയാണ് എന്നാണ് പറയുന്നത്. നല്ല ഭക്തി ഉണ്ടെങ്കിൽ വേറെ അവിടെ ഒന്നിനും പ്രസക്തിയില്ല. കാട്ടുജാതിയാണോ പ്രായം അതൊന്നും ഒരു പ്രശ്നമല്ല അവിടെ. ഭാരത സംസ്കാരത്തിൻ്റെ ബീജം മുഴുവൻ രാമായണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാമായണത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിലോ ശരിയായ ഭക്തി വേണം. മാത്രം മതിയോ? പോരാ, ശരണാഗതി ആവശ്യം. ശ്രീരാമൻ്റെയും സീതയുടെയും കൂടെ ലക്ഷ്മണൻ വനവാസത്തിന് പുറപ്പെട്ടുവല്ലോ. അപ്പോൾ സുമിത്ര ഉപദേശിച്ചത് എന്താ അറിയോ?
പുത്ര, വനത്തിലേക്ക് പോവുകയാണെന്ന് കരുതണ്ട. രാമൻ എവിടെയാണോ അവിടെയാണ് അയോധ്യ. സീതാരാമന്മാരില്ലാത്ത അയോധ്യ കാനനത്തിന് തുല്യമാണ്. മാത്രമല്ല, സീത നിനക്ക് അമ്മയും രാമനാകട്ടെ പിതാവും എന്ന് കരുതിയിട്ട് പ്രേമപൂർവം അവരെ പരിചരിക്കണം. അത് അനിയനായ നിന്റെ കർത്തവ്യമാണ് എന്നാണ് അമ്മ മകൻ ഉപദേശിച്ചത്. ഇന്ന് അങ്ങനെ ആര് എങ്ങനെ ഉപദേശിക്കും? അതാണ് രാമായണം പഠിക്കണം, അത് നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് പറയണം. രാമായണം മുഴുവനും ത്യാഗത്തിൻ്റെ കഥയാണേ. പക്ഷിയായ ജടായുവിനും വാനരനായ ഹനുമാനും തപസ്വിനിയായ ശബരിക്കും കടത്തുകാരനായ ഗുഹനും കാട്ടാളനാണ്. ശബരി കാട്ടാള സ്ത്രീയാണ്, എന്നാൽ ഗുഹൻ ഒരു കാട്ടാളൻ രാജാവാണ്, കാട്ടാളന്മാരുടെ രാജാവാണ് ഗുഹൻ. മാത്രമല്ല, രാക്ഷസനായ വിഭീഷണൻ. അപ്പം ഇവിടെ ജാതിയോ വർഗോ ഒന്നും നോക്കണില്ല, ലിംഗോ ഒന്നും നോക്കാണ്ടാണ്. വിഭീഷണൻ രാക്ഷസനായിരുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ മോക്ഷം നൽകിയില്ലേ? സ്വന്തം കർമ്മഫലങ്ങളിൽ നിന്ന് ഒരുവനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പണ്ടൊക്കെ പറയും വിതച്ച വിത്തേ കൊയ്യൂ അല്ലേ, അതിൻ്റെ ഫലേ കിട്ടും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും. വ്യക്തി, കുടുംബം, സമൂഹം എന്നീ തലങ്ങളിൽ സേവനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും കുറിച്ച് രാമായണം നമുക്ക് ഊന്നി പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം നമ്മൾ ജനിക്കണേൻ്റെ മുന്നേ അമ്മയും മകനും ആയിരുന്നോ? നമുക്കറിയോ? ഇല്ല. അപ്പം ആ മാതൃപുത്രബന്ധം എവിടെയിരുന്നു? അതേപോലെ വിവാഹത്തിന് മുൻപ് ഭാര്യാഭർത്തൃബന്ധം എവിടെയായിരുന്നു? എവിടെയോ ഉള്ള രണ്ടാളുകൾ വിവാഹം ചെയ്ത് അതിൽ സന്തതികളുണ്ടായി അല്ലേ? അപ്പം ആ ബന്ധം എവിടെയായിരുന്നു? നമുക്കറിയോ? ഇല്ല. ഇഹലോക ബന്ധങ്ങളെ എല്ലാം തന്നെ എങ്ങനെ അറിയോ? പായുന്ന കാർമേഘം പോലെയാണ്. എപ്പോഴും നമ്മോടൊത്തുള്ളത് ആരേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. നമ്മൾക്ക് ഈശ്വരൻ മാത്രമാണ് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആർക്കും ആരും ശാശ്വതമായിട്ടില്ല. ക്ഷണികമായ ഈ കാലയളവിൽ ജന്മത്തിൽ മാനവസേവയ്ക്കും മാധവസേവയ്ക്കും നമ്മൾ ഉപയോഗിക്കുക. ധനവും വിദ്യാഭ്യാസവും ഒന്നും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ ഭാരതഭൂമിയിൽ ജനിച്ചത് തന്നെ നമ്മുടെ മഹാഭാഗ്യ. നമ്മുടെ സനാതനധർമ്മം ഭാരതത്തിനെ കണ്ടു പഠിക്കണം. നമ്മുടെ സംസ്കാരം ഭാരതീയ സംസ്കാരം, അതാണ് നമ്മുടെ പിതാവ്. മാതൃഭൂമി സ്വർഗത്തേക്കാൾ മഹനീയാണ്, അതാണ് നമ്മുടെ മാതാവ്. രാമായണ തത്വം ഇതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല. ലോകം രാവണന് ദുഷ്കീർത്തിയാണ് കൊടുത്തത്, എന്നാൽ ശ്രീരാമനോ സൽകീർത്തി കൊടുത്തു. ഇല്ലേ? അതാണ് ഉണ്ടായത്. നല്ലത് ചെയ്താൽ നന്മ വരും. രാമതത്വം സർവ പാപങ്ങളെയും ദൂരീകരിച്ച് ജീവിതത്തെ മോചിപ്പിക്കുന്നു. അല്ലേ? രാമനാമത്തിന് പാപം കഴുകിക്കളയാനും അജ്ഞാനം അകറ്റാനും അതിൻ്റെ പുറമെ എന്താ ഉള്ളത്? മനഃശാന്തി അരുളാനും ശക്തിയുണ്ടേ. ഈശ്വര ശക്തി സാധാരണ മനുഷ്യർക്ക് പ്രത്യക്ഷമാക്കി തരാൻ മഹാവിഷ്ണു രാമനായിട്ട് അവതരിച്ചു. രാമൻ തൻ്റെ മനോവാക്ക് കർമ്മങ്ങൾ എങ്ങനെ രമ്യതയിൽ കൊണ്ടുപോകാമെന്ന് നമുക്കൊക്കെ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചും തന്നു. രാമതത്വം എണ്ണമറ്റ ശക്തികളും സിദ്ധികളും കൊണ്ട് രൂപം പൂണ്ടതാണ്. രാമായണം എന്ന പുണ്യഗ്രന്ഥത്തിൽ നിന്ന് ഒരു പ്രത്യേക സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണത്? രാമായണം വായിക്കുന്നവർക്കൊക്കെ അറിയാവുന്നതാ. മനുഷ്യൻ മനുഷ്യനെ പോലെ ജീവിക്കണം, ഈശ്വരനുമായിട്ട് ഏകത്വം നേടണം. ഓരോ മനുഷ്യനിലും മനുഷ്യത്വം, ദൈവീകത, ആസുര സ്വഭാവമൊക്കെ ഉണ്ടാവും. 3 തരത്തിലും ഉണ്ടാവും. ഈ 3 ഗുണങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ഒരു മനുഷ്യനായ? അതിലെന്താ വേണ്ടേ? ആസുരഭാവമാണ് കളയണം. എന്നിട്ടോ ദൈവീകതയെയാണ് പ്രകാശിപ്പിക്കണം. വാൽമീകി മഹർഷി രാമായണം പൂർത്തീകരിച്ചപ്പോൾ ബ്രഹ്മാവ് വന്ന്
വധിച്ചു. എന്താ ആശീർവദിച്ചേ? എന്തായിരുന്നു അറിയോ? ഈ പർവ്വതങ്ങളും നദികളും പുരുഷന്മാരും സ്ത്രീകളും ഉള്ളിടത്തോളം കാലം, മാനവരാശി ഉള്ളിടത്തോളം കാലവും രാമായണം നിലനിൽക്കും എന്ന് ആശീർവദിച്ചു. വാൽമീകി രാമായണം എഴുതി തീർന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ മക്കളായ ലവകുശന്മാരത് ലോകമെങ്ങും പ്രചരിപ്പിക്കാൻ തയ്യാറായി. ഈ കാലത്ത് ഇത്തരം മഹായജ്ഞം നടത്തുന്നവരാരുണ്ട്? ആരാ ഏറ്റെടുക്കുക? ഒരാളും ഏറ്റെടുക്കില്ല. പലരും പൊതുജനങ്ങളാൽ പരിഹസിക്കപ്പെടുമെന്ന് ഭയപ്പെടുക. പൊതുസ്ഥലത്ത് വെച്ച് ഭഗവത് കീർത്തനങ്ങൾ ആലപിക്കാൻ ആഗ്രഹിക്കുന്നവർ പോലും തങ്ങൾ പരിഹസിക്കപ്പെടും എന്നൊരു ഭയം കൊണ്ട് മിണ്ടാതെ അവിടെ നിൽക്കും. ഹരയേ നമ, ഹരേ എന്ന് ചൊല്ലാൻ ആർക്കാണ് ഇന്ന് അത്ര ധൈര്യമുള്ളത്? ഇത്തരക്കാർ ഭീരുക്കളാണ്. സ്വയം കഴിവില്ലായ്മയെ മറച്ചു വയ്ക്കാനുള്ള ഒരു ഉപായം മാത്രമായി കണക്കാക്കിയാൽ മതി അതിനെ. എന്നാൽ ഭക്തന്മാർക്ക് അത്തരം ചിന്തകളിൽ നിന്ന് ധൈര്യമായി ഇറങ്ങി വരാൻ കഴിയും. സ്വകാര്യ ജീവിതത്തിൽ ദുഃഖമില്ലാത്ത ഒരു മനുഷ്യനെയും കാണാൻ കഴിയില്ല. അവർക്ക് ആശ്വാസത്തിനുള്ള ഏകമാർഗം എന്താ? നാമജപം മാത്രമാണ്. എല്ലാറ്റിനും നാമജപം ആണ് വഴി, നല്ല വഴി. കുറച്ച് ദേഷ്യം വന്നാൽ നാമം ചൊല്ലിയാൽ മതി, ഒന്നും ഉണ്ടാവില്ല. കോപക്കേരിയനേ പോണെന്നറിയില്ല. കാമവും ക്രോധവും 2 തടസ്സങ്ങളെന്ന് പറയണ്ടായില്ലേ? നാമം ചൊല്ലി അവിടേക്കാ കോപം വരിക. അപ്പോൾ ഈ വിഷ്ണുവോ ശിവനോ രാമനോ അയ്യപ്പനോ ദേവിയോ ഏതായിക്കോട്ടെ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവന്മാരുണ്ടാവും, ദേവിമാരുണ്ടാവും. ഏത് നാമം ജപിച്ചാലും സമ്പൂർണ്ണ ഹൃദയത്തോടെ ആണെങ്കിൽ ഫലം തീർച്ചയാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, പല നാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ശക്തി ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ? പല പേരിൽ പല നദികൾ ഒഴുകണു അല്ലേ? ഈ നദികളൊക്കെ ചെന്ന് ചേരുന്നത് എവിടെയാ? സമുദ്രത്തിൽ. അതേപോലെ ഈ ഏത് നാമം ജപിച്ചാലും ചെന്ന് ചേരുന്നത് ശക്തിയിൽ മാത്രം. രാമതത്വത്തിൻ്റെ അതിരറ്റ ഗുണങ്ങൾ വിവരിക്കാൻ നമുക്ക് സാധിക്കില്ല. രാമനാമം യുഗങ്ങളായിട്ട് പൂജിക്കപ്പെടുന്നതാണ്. ഇതെല്ലാം മനസ്സിലാക്കി തരുവാനാണ് ലളിതമായ ഭാഷയിൽ ഏതു രീതിയിലും ഏവർക്കും വായിക്കാൻ തക്കവണ്ണം രാമായണം രചിച്ചിട്ടുള്ളത്. ഇത് പലതവണ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അർത്ഥം മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഈശ്വരാനുഭൂതി ഉണ്ടാവും. 1000 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും നഗരത്തിലും ഗ്രാമങ്ങളിലും രാമായണം ഇന്നും കീർത്തിക്കപ്പെടുന്നു അല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾ എപ്പോഴാണെങ്കിലും ഇന്ന മാസം എന്നൊന്നുമില്ല, രാമായണം പാരായണം ചെയ്യണം. നമ്മൾ മാത്രം പാരായണം ചെയ്താൽ പോരാട്ടോ, അതും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കുട്ടികൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. കാരണം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. രാമായണം ആധ്യാത്മികമായ ഒരു പഠനം കൂടിയും കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ രാമായണം ഒക്കെ കുട്ടികളെ കൊണ്ട് കുറച്ച് നേരം ചൊല്ലിക്കണം. ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയൊരു പങ്കായിരിക്കും അറിയോ? നമ്മളായ അച്ഛനും അമ്മയ്ക്കുമാണ് ഏറ്റവും വലിയ പ്രധാനം. ഒരു കുട്ടിയുടെ ആദ്യ വിദ്യാഭ്യാസം തന്നെ എവിടുന്ന? അമ്മയിൽ നിന്ന്. അതെവിടുന്ന? ആദ്യ വിദ്യാലയം നമ്മുടെ വീട് തന്നെയാണ്. ആദ്യ ഗുരു ആരാ ചോദിച്ചാൽ അമ്മ തന്നെയാണ്. ആ വീട്ടിലെ മുതിർന്നവരുടെ സംസ്കാരം ആ കുട്ടിയിലും പ്രതിഫലിക്കും. ഈ കുട്ടികൾക്ക് എന്താ അറിയോ? ഒരു അനുകരണം ഉണ്ട്. ആ അനുകരണശീലം വളരെ കൂടുതലാണ് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ. നമ്മളെന്താ പറഞ്ഞാൽ അത് പറയും, എന്താ ചെയ്യണമെച്ചാൽ അത് ചെയ്യും. അപ്പോൾ സ്വഭാവ രൂപീകരണത്തിൽ നമുക്ക് വലിയൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് 5 വയസ്സ് വരെയാണ് കുട്ടികളുടെ ബുദ്ധി വളർച്ച. നന്മയും തിന്മയും കൂടി ചേർന്നാൽ ആ നൂല് കൊണ്ടുള്ള ഒരു വലയാണ് നമ്മുടെയൊക്കെ ജീവിതം. നന്നായി ജീവിച്ച്
അന്യർക്ക് നന്മ ചെയ്യാൻ സാധിക്കണം. മഹനീയമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യജന്മം കിട്ടിയ നമ്മുടേത്. പ്രത്യേകിച്ചും വിശേഷ ബുദ്ധി നമുക്കുണ്ട്, സൗന്ദര്യമുണ്ട്, കഴിവുള്ളവരുണ്ട്. ഓരോരുത്തരും സുഖ ദുഃഖ സമ്മിശ്രമായിട്ട് നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ദുഃഖമില്ലാണ്ടാവണമെങ്കിൽ രാമായണ പാരായണം ചെയ്താൽ ഒരിക്കലും നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. എന്നാൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത സ്വഭാവമായിരിക്കും. അതറിഞ്ഞ് പെരുമാറാൻ ആർക്കാ കഴിയറിയോ? അമ്മയ്ക്കേ കഴിയൂ. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കണം, പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം, പ്രായമായവരെയും ഗുരുവിനെയും ബഹുമാനിക്കാൻ ശീലിപ്പിക്കണം. ഓരോ കുട്ടിയും ഓരോ വ്യക്തിത്വത്തിന് ഉടമകളാണ്. അവർക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം. ഇതിനൊക്കെ ക്ഷമ വേണം അമ്മയ്ക്ക്. ഒരു സ്ത്രീക്ക് മാത്രമേ ഇത് സാധ്യമാവൂ. സ്ത്രീ വീടിൻ്റെ വിളക്കാണെന്ന് പറയും. ഒരു സ്ത്രീ ആദ്യം മകളാവണു, പിന്നെ ഭാര്യയാവണു, പിന്നെ അമ്മയാവണു, പിന്നെ അമ്മൂമ്മയായി. അങ്ങനെ വീടിനു പൊന്മണി വിളക്കു നീ, തറവാടിനു നിധി നീ, കുടുംബിനി. അത് സ്ത്രീക്ക് മാത്രമേ കഴിയൂ. ഐശ്വര്യ ദേവതയാവാനും അല്ലാതിരിക്കാനും സ്ത്രീക്ക് മാത്രമേ കഴിയൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെല്ലാം ശ്രീരാമ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇത് കേൾക്കുന്നവർക്കും എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ ഏകശ്ലോകം ചൊല്ലി അവസാനിപ്പിക്കുന്നു. പൂർവം രാമതപോവനാനുഗമനം ഹത്വാ മൃഗം കാഞ്ചനം, വൈദേഹീഹരണം ജടായുമരണം, സുഗ്രീവ സംഭാഷണം, ബാലീനിഗ്രഹണം സമുദ്രതരണം, ലങ്കാപുരീദാഹനം, പശ്ചാൽ രാവണ കുംഭകർണഹനനം, ചൈതദ്ധിരാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ, രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ആർത്താനാമാർത്തിഹന്താരം ഭീതാനാം ഭീതിനാശനം, ദ്വിഷധാം കാലദണ്ഡം ശ്രീരാമചന്ദ്രം നമാമ്യഹം. അഗ്രതപൃഷ്ഠതശ്ചൈവ പാർശ്വയോശ്ച മഹാബലൗ, ആകർണപൂർണധന്വന്യൗ രക്ഷേതാം രാമലക്ഷ്മണൗ. മനോജവം മാരുതതുല്യവേഗം, ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം, വാതാത്മജം വാനരയൂഥമുഖ്യം, ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം, ബാഷ്പവാരി പരിപൂർണലോചനം, മാരുതിം നമത രാക്ഷസാന്തകം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു, സഹ വീര്യം കരവാവഹൈ, തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സർവേപി സുഖിനാ സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖമാപ്നുയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേൽ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി,
നാരായണായേതി സമർപ്പയാമി. ജാനകീ ജീവനസ്മരണം. ജയ് ജയ് രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയ് ശ്രീരാം.